ഇറ്റലിയിലെ ട്രാക്ടർ നിർമ്മാതാവായിരുന്ന ഫെറൂച്ചിയോ. അദ്ദേഹത്തിന് ആഡംബര കാറുകളോട് ഒരു ഭ്രമമായിരുന്നു. അദ്ദേഹം ഒരു ഫെറാറി കാർ വാങ്ങി. പക്ഷേ അദ്ദേഹത്തിന് പൂർണ്ണ സംതൃപ്തി കിട്ടിയില്ല. ഒരു ട്രാക്ടർ നിർമ്മാതാവായിരുന്നുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് അദ്ദേഹം അന്വേഷിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അതിൻ്റെ ക്ലച്ചിനാണ് പ്രശ്നമെന്ന്. അദ്ദേഹം സർവീസ് സ്റ്റേഷനിലെ എഞ്ചിനീയറോട് ആ കാര്യം പറഞ്ഞു. പക്ഷേ ആ എഞ്ചിനീയർ അത് മൈൻഡ് ചെയ്തില്ല. ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഫെറാറി കാറിന്റെ നിർമ്മാതാവ് എൻസിയോ ഫെറാറിയുമായി സംസാരിക്കാൻ അവസരം കിട്ടി. അവിടെ ഫെറൂച്ചിയോ പറഞ്ഞു, നിങ്ങളുടെ വണ്ടി അതിമനോഹരമാണ്, അതിന്റെ ക്ലച്ചിന്റെ പ്രശ്നം കൂടി പരിഹരിച്ചാൽ ലോകത്ത് ഒരു വണ്ടിക്കും ഫെറാറിയെ തോൽപ്പിക്കാൻ കഴിയില്ല. എൻസിയോ ഫെറാറി പുച്ഛത്തോടെ പറഞ്ഞു, എനിക്ക് ട്രാക്ടർ നിർമ്മാതാവായ ഫെറൂച്ചിയോയുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ആകെ അപമാനിതനായ ഫെറൂച്ചിയോ ഒരു തീരുമാനമെടുത്തു, ഞാൻ ഫെറാറിയേക്കാൾ മികച്ച വണ്ടി ഉണ്ടാക്കും. ഒറ്റ വർഷം കൊണ്ട് അദ്ദേഹം ഫെറാറിയേക്കാൾ മികച്ച ഒരു വണ്ടി ഉണ്ടാക്കി നിരത്തിലിറക്കി. ആ വണ്ടിയുടെ പേരാണ് ലംബോർഗിനി. ആ ലംബോർഗിനി ഒറ്റ വർഷം കൊണ്ട് ഫെറാറിയേക്കാൾ മുകളിൽ വളർന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ക്ലച്ചിന്റെ പ്രശ്നം പരിഹരിക്കാൻ, ആ നിർദ്ദേശം കേൾക്കാൻ എൻസോയോ ഫെറാറി തയ്യാറായിരുന്നെങ്കിൽ ലംബോർഗിനി പിറക്കുകയില്ലായിരുന്നു. ഫെറാറി തന്നെ ലോകത്തെ 1-ാം നമ്പർ കാറായി മാറുമായിരുന്നു. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ആൾക്കാർ നമുക്ക് ഫീഡ്ബാക്ക് തരാറുണ്ട്. ആ ഫീഡ്ബാക്കിനെ ഗൗരവത്തിലെടുത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ നാം ഓരോരുത്തരും തയ്യാറാകണം. ആ തയ്യാറാക്കലിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കഴിയൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് എങ്ങനെ മെച്ചപ്പെടുത്താനാവും എന്ന് നിങ്ങൾക്ക് അറിവ് തരുന്ന വിത്ത് എന്ന പേരിലുള്ള ഒരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോപ്പികൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്